അരമന അക്കച്ചിക്ക് വേണ്ടി മെത്രാൻ ഭദ്രാസനം വിൽപ്പനയ്ക്ക് വെച്ചു. കടം കൊണ്ട് മുടിഞ്ഞ് സഭയുടെ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചു എന്നൊക്കെ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു ഭദ്രാസനം തന്നെ തൂക്കി വിൽപ്പനയ്ക്ക് എന്നൊരു ബോർഡ് വെച്ചിരിക്കുകയാണ് യാക്കോബായ സുറിയാനി സഭയുടെ കോഴിക്കോട് മെത്രാൻ. പ്രതിസന്ധികളുടെ കാലയളവിൽ ആരോരും സഹായിക്കാനില്ലാതിരുന്നപ്പോൾ യാക്കോബായ സഭയ്ക്ക് പലപ്പോഴും താങ്ങായി തണലായി ഞങ്ങൾ നിന്നിട്ടുണ്ട്. കാരണം യാക്കോബായ സഭാംഗങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പള്ളികൾ സഹിതം ഓർത്തഡോക്സ് പക്ഷം പിടിച്ചെടുക്കുവാൻ ശ്രമങ്ങൾ നടത്തിയതുകൊണ്ടാണ് ഞങ്ങൾ അപ്രകാരം ഒരു സപ്പോർട്ട് നൽകിയത്. യാക്കോബായ സഭയുടെ അസ്ഥിവാരം തോണ്ടുന്നത് മറ്റാരുമല്ല, കാലാകാലങ്ങളായി സഭയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നവരാണ് എന്നത് വിസ്മരിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. യാക്കോബായ സഭയിലെ കേസ് നടത്തിക്കൊണ്ടിരുന്ന 3 മെത്രാന്മാരാണ് മറുകണ്ഠം ചാടി ഇപ്പോൾ ഓർത്തഡോക്സ് പക്ഷത്തിരുന്ന് ഭരണം നടത്തുന്ന മൂവാറ്റുപുഴ അത്താനാസിയോസ്, തൃശൂർ മിലിത്തിയോസ്, അമേരിക്കയിലുള്ള നിക്കോളോവോസ്. യാക്കോബായ സഭയുടെ പള്ളികളും അരമനകളും വൈദികരെയും മാത്രമല്ല വിശ്വാസികളെ അടക്കമാണ് ഈ കുലംകുത്തുകൾ കൂറുമാറി കൂടെ കൊണ്ടുപോയത്. ഓർത്തഡോക്സ് സഭയുടെ 34 കൈപ്പുത്തകം പോലെ ഒരു ഭരണഘടന യാക്കോബായ സഭയ്ക്കില്ല എന്നത് വലിയൊരു ന്യൂനതയാണ്. അതുകൊണ്ട് തന്നെ സഭയുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ ഇന്ന് ഏതൊക്കെ തിവട്ടുകളുടെ കയ്യിലാണെന്ന് സഭാധ്യക്ഷനോട് ചോദിച്ചാൽ പോലും മേൽപോട്ട് നോക്കും. ആർക്കും കൃത്യമായി ഒരു മറുപടി പറയുവാൻ സാധിക്കില്ല. ഓരോ ഭദ്രാസനങ്ങളും പല പല മെത്രാന്മാരുടെ പേരുകളിലും പല പല ട്രസ്റ്റുകളുടെ പേരിലും, ഓരോ സ്ഥാപനങ്ങളും ഓരോരോ ട്രസ്റ്റുകളുടെ കീഴിൽ. ട്രസ്റ്റുകളിലെ ട്രസ്റ്റിമാർ ബിനാമികൾ, ചിലർ സഭയുമായി യാതൊരു ബന്ധമില്ലാത്തവർ. ചുരുക്കം പറഞ്ഞാൽ സഭയെന്ന് പറയുന്നുണ്ടെങ്കിലും സഭയ്ക്ക് ഈ വസ്തുവകകളിന്മേൽ യാതൊരു നിയന്ത്രണമോ പിടിയോ ഇല്ല എന്ന് ചുരുക്കം. ഓരോരുത്തരും ഓരോരോ ഐലൻഡുകൾ, നാട്ടുരാജ്യങ്ങൾ. നമുക്ക് അങ്ങ് മലബാറിൽ നിന്ന് ഇന്ന് തുടങ്ങാം. അരമനയുടെ പേര് മൗണ്ട് ഹൊറേബ് ബിഷപ്പ് ഹൗസ്. നഗരഹൃദയ ഭാഗത്ത് വലിയൊരു കെട്ടിട സമുച്ചയമടക്കം ഉണ്ട്. ഐറേനിയോസ് പൗലോസ് മെത്രാപ്പോലിത്തയാണ് ഭദ്രാസനാധിപൻ. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഉല്ലാസ്. ഇയാൾ ബിഷപ്പായി കാലെടുത്തു കുത്തിയ അന്ന് മുതലുള്ള മുടിവാണ്. തുടങ്ങിയ സകല പ്രസ്ഥാനങ്ങളും പൂട്ടിപ്പോയി, അല്ലെങ്കിൽ ബാധ്യതയായി ഓടുന്നു. ആദ്യം ഭദ്രാസനത്തിൽ ഒരു കോളേജ് തുടങ്ങി, അത് പൂട്ടിപ്പോയി. പിന്നീട് താമരശ്ശേരിയിൽ ഒരു പാരലൽ കോളേജ് ആരംഭിച്ചു, അതും പൂട്ടി. പിന്നീട് ഒരു പാതിരിയുടെ കൊച്ചമ്മയെ കണ്ടുകൊണ്ട് ഒരു ടൈലറിംഗ് സ്കൂൾ ആരംഭിച്ചു, അതും പൂട്ടിക്കെട്ടി. പിന്നീട് ഒരു ഓൾഡ് ഏജ് ഹോം ആരംഭിച്ചു, അതും പൂട്ടി. അങ്ങനെ തൊട്ടതെല്ലാം 50ഉം 100ഉം മേനിയായി പൂട്ടി. ഇപ്പോൾ ആകെയുള്ളൊരു സ്കൂൾ വേളങ്കോടുള്ള ജ്ഞാനോദയം ഇംഗ്ലീഷ് മീഡിയം CBSE സ്കൂൾ ആണ്. അത് വിൽപ്പനയ്ക്കിട്ടിരിക്കുകയാണ്. 2.5 കോടി കിട്ടിയാൽ കൊടുക്കുമത്രേ. കാരണം ബിഷപ്പിന് ഒരു 4 കോടി രൂപയുടെ കടമുണ്ട്. വിശ്വാസികളോട് കടം മേടിച്ചിപ്പോൾ പലിശ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബിഷപ്പിന് ഇത്രയും കോടി കടം എങ്ങനെ വന്നു എന്ന് ആർക്കും അറിയില്ല. സ്ത്രീ വിഷയത്തിലാണ് മെത്രാന്റെ സകല കാശും പോയത് എന്നാണ് ഭദ്രാസനത്തിലെ വൈദികരും കൗൺസിൽ അംഗങ്ങളും അടക്കം ITV ന്യൂസിനോട് പറഞ്ഞത്. ഒരു മെത്രാന്റെ അരമനയ്ക്കുള്ളിൽ ഒരു സ്ത്രീയെ താമസിപ്പിച്ചിരിക്കുന്നത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നെനിക്കറിയില്ല. എന്നാൽ കോഴിക്കോട് ഐറേനിയോസ് താമസിപ്പിച്ചിട്ടുണ്ട്. ഒരു 45 വയസ്സിനകത്ത് പ്രായമുള്ള 2 പെൺകുട്ടികളുടെ മാതാവായ ഭർത്താവ് മരിച്ച ഒരു കോട്ടയംകാരിയാണ് മെത്രാനൊപ്പം അരമനയിൽ അടുത്ത മുറിയിൽ താമസിക്കുന്നത്. അരമനയക്കച്ചി എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. മെത്രാന്റെ മുറിയിൽ ഏത് പാതിരാത്രിയിലും ഇവർക്ക് കയറുവാനുള്ള സ്വാതന്ത്ര്യവും മെത്രാൻ കൊടുത്തിട്ടുണ്ട്. വൈദിക മീറ്റിങ്ങുകളിലും കൗൺസിൽ മീറ്റിങ്ങുകളിലും അടക്കം ഒരു സ്ത്രീയെ അരമനയിൽ താമസിപ്പിക്കുന്നതിനെതിരെ പരാതി ഉയർന്നുവെങ്കിലും മെത്രാൻ അരമനയക്കച്ചിയെ ഇതുവരെ ഇറക്കി വിട്ടിട്ടില്ല. ഇവരുടെ പാവാട പോലും രാവിലെ മെത്രാനാണത്രേ അലക്കി കൊടുക്കുന്നത്. രാവിലെ കുർബാനയ്ക്ക് പോകുമ്പോൾ പോലും മെത്രാന്റെ സമീപം കാറിൽ പുറകെ കയറി ഇരുന്നാണത്രേ അരമനയക്കച്ചി പോകുന്നത്. ഭദ്രാസനത്തിലെ പാതിരിമാരുടെ ട്രാൻസ്ഫർ പോലും അക്കച്ചിയാണിപ്പോൾ തീരുമാനിക്കുന്നത് എന്ന് ഭദ്രാസനത്തിലെ പാതിരികൾ തന്നെ ITV ന്യൂസിനോട് പറഞ്ഞു. ഈ അക്കച്ചിയെ അരമനയിൽ അട്ടിപ്പേറ് കടത്തുവാൻ വേണ്ടി മാത്രമാണ് കടത്തിൽ മുങ്ങിത്താണിട്ടും മൗണ്ട് ഹൊറേബ് കെയർ സെന്റർ എന്ന പേരിൽ ഒരു പാലിയേറ്റീവ് കെയർ സെന്റർ ആരംഭിച്ച് അതിൽ 2-3 രോഗികളെ കിടത്തിയിരിക്കുന്നത്, ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നത്. അക്കച്ചി അതിൻ്റെ ഒരു രക്ഷാധികാരി ആണത്രേ. ഈ സ്ത്രീയുടെ 2ാമത്തെ മകളുടെ പേരിലാണത്രേ മെഡിക്കൽ കോളേജിന് സമീപം ഒരു കെയർ സെന്റർ പ്രവർത്തിക്കുന്നത്. 12 സെന്റ് സ്ഥലവും കെട്ടിടവുമുള്ള ആ കെട്ടിടം വിൽക്കുവാൻ ഇട്ടിരിക്കുകയാണ് എന്ന് പരസ്യം കൊടുത്തിരിക്കുന്നതിനാൽ എല്ലാ ദിവസവും അവിടെ ബ്രോക്കർമാരുടെ പ്രളയമാണ്. ഞങ്ങളുടെ അന്വേഷണത്തിൽ കാരന്തൂർ സർവീസ് സഹകരണ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉൾപ്പെടെ പല ബാങ്കുകളിൽ നിന്നും 4 കോടിയിൽ പരം രൂപയുടെ കടം മെത്രാനുണ്ട്. കോഴിക്കോട്ടെ സഭയുടെ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം ബിഷപ്പിൻ്റെയും ബിഷപ്പിൻ്റെ ബിനാമികളായ ബേബി,
KM പൗലോസ്, കോടഞ്ചേരിക്കാരൻ, ഒരു കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെയുള്ള 6 പേരുടെ പേരിലുള്ള മൗണ്ട് ഹൊറേബ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലാണ്. അരമന അക്കച്ചിയെ എന്തിനാണ് അരമനയിൽ കയറ്റി പൊറപ്പിച്ചിരിക്കുന്നത് എന്ന് സഭാധ്യക്ഷനോ സഭയുടെ മറ്റു ചുമതലക്കാരോ ഇതുവരെ ചോദിച്ചിട്ടില്ല. എല്ലാം പരസ്പര സഹായ സഹകരണ സംഘമായി വർത്തിക്കുന്നു. അരമന അക്കച്ചിമാർ മെത്രാനെ ഊറ്റി ഊറ്റി കൊണ്ടുപോകുന്നു. കടം കൊണ്ട് മുടിഞ്ഞ് മെത്രാന് വസ്തുവകൾ വിൽക്കുവാൻ പോകുന്നു. വിശ്വാസികൾ ഈ സത്യം മനസ്സിലാക്കണം. നിങ്ങൾ സഭയെന്ന് കരുതി ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, കൈയഴിഞ്ഞ് സഹായിക്കുന്ന ഈ പ്രസ്ഥാനത്തെ മെത്രാന്മാരും ഈ അരമന അക്കച്ചികളും ചേർന്ന് വിഴുങ്ങുകയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. കോട്ടയത്ത് ഇതുപോലൊരു അക്കച്ചിയുണ്ട്. അടുത്ത ദിവസം ഞങ്ങൾ ആ അക്കച്ചിയുടെ ഇൻ്റർവ്യൂ പുറത്തുവിടുന്നതായിരിക്കും. പല വിശുദ്ധ വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അരമന അക്കച്ചിയുടെ അടിവസ്ത്രം അലക്കി കൊടുക്കുന്ന അഭിവന്ദ്യ പിതാവിനെ വിശ്വാസികൾ കൈയയച്ച് സഹായിക്കുക. മെത്രാൻ അരമനയിൽ സ്ത്രീകളുമായി കഴിയുമ്പോൾ, ഭദ്രാസനത്തിലെ പാതിരികൾ പെണ്ണുകേസിൽപ്പെടുമ്പോൾ മെത്രാൻ എങ്ങനെ നടപടിയെടുക്കുവാൻ സാധിക്കും? പോക്സോ കേസടക്കം 4-5 പെണ്ണുകേസുകളുള്ള ഒരു പാതിരിയെക്കുറിച്ച് വിശ്വാസികൾ പരാതി നൽകിയിട്ട് പോലും ബിഷപ്പ് ഇതുവരെ അത് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടില്ല. പോക്സോ കേസ് അടക്കം മുക്കിയ ഈ ബിഷപ്പിനെതിരെ ഞങ്ങൾ ജില്ലാ പോലീസ് മേധാവിക്ക് ഉടൻ പരാതി നൽകും. ഇങ്ങനെയുള്ള മെത്രാന്മാരുടെ താടിക്ക് പാതിരികൾ തട്ടുന്നതിൽ അതിശയിക്കാനുണ്ടോ? ഇല്ല. അടുത്ത ദിവസം കോട്ടയത്തെ അമ്മാമ്മയുടെ കളിക്കൂട്ടുകാർ, ഹൂത്തോമോ ഈണത്തിൽ പാടിക്കൊടുത്ത് കൂതാശകൾ നടത്തിയ ആ കൂതാശപ്പണിക്കാർ ആരെല്ലാം? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.